Fourier integral representation of functions il nammalku aduthadoru problem nokam. So question, express f of x is equal to 1 for 0 less than x less than pi and 0 for x greater than pi. Express this function in a Fourier sine integral and evaluate integral 0 to infinity 1 minus cos lambda pi by lambda sin wx sin lambda x d lambda. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾക്ക് എന്ത് വേണം? ഫസ്റ്റ് വി നീഡ് ടു എക്സ്പ്രസ് ദിസ് ഫംഗ്ഷൻ ഇൻ Fourier sine integral, then we need to evaluate this the given integral. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾക്കറിയാം എന്താണ് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ Fourier സൈൻ ഇൻ്റഗ്രലിൽ നിന്ന് കിട്ടുന്ന എന്തോ ഒന്നായിരിക്കണം ഈ ലാസ്റ്റ് വണ്ണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് Fourier സൈൻ ഇൻ്റഗ്രൽ എഴുതാൻ നോക്കാം എഫ് ഓഫ് എക്സിൻ്റെ. ബൈ ദ ഡെഫിനിഷൻ എ Fourier sine integral of a function f of x is equal to integral 0 to infinity sin അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ b of lambda sin lambda x dx. കംപ്ലീറ്റ് ഡെഫിനിഷൻ ഇല്ല, നമുക്ക് ബി ഓഫ് ലാംഡ എന്താണെന്ന് കൂടി പറഞ്ഞാലേ ഡെഫിനിഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. വേർ ബി ഓഫ് ലാംഡ ഇസ് ഈക്വൽ ടു 2 by pi integral 0 to infinity f of x sin ഞാൻ നേരത്തെ എഴുതിയതിൽ എന്താണ് ഡി ലാംഡയാണ് വേണ്ടത്, ഡി ലാംഡ. അപ്പോൾ എഫ് ഓഫ് എക്സ് സൈൻ ലാംഡ എക്സ് ഇവിടെ ഡി എക്സ്. അപ്പോൾ ഇപ്പോൾ ഡെഫിനിഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾക്കിത് ഇവാലുവേറ്റ് ചെയ്യാം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒന്ന് നോക്കിക്കും. എഫ് ഓഫ് എക്സ് എന്താണ്? നമ്മൾ റിയൽ നമ്പർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ് 0 മുതൽ പൈ വരെ എന്താണ് ഫംഗ്ഷൻ വാല്യൂ 1 ആണ് വരുന്നത് അല്ലേ. എക്സസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 0 തൊട്ട് 0 എന്ന് പറഞ്ഞിട്ടില്ല, 0 to 1 പൈ വരെയുള്ള ഫങ്ഷൻസിൻ്റെ വാല്യൂ പോയിൻറ്റ്സ്, ഇവിടെ നിന്ന് ഞാൻ ഏത് പോയിൻ്റ് എടുത്താലും ആ പോയിൻറ്റിലെല്ലാം ഫങ്ഷൻ വാല്യൂ എന്താണ് 1 വരും. അപ്പോൾ എന്താണ് നമ്മൾക്കിതാ ഇങ്ങനെ വരും അല്ലേ. പൈയിൽ വാല്യൂ ഏതാണെന്ന് തന്നിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം എന്ന് വെച്ചാൽ 1ന് നേരെ ഇവിടെ ഒരു ഹോളാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഒരു റൗണ്ട്, ചെറിയൊരു റൗണ്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ പൈയിലുള്ള എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഈ ഹോളിലല്ല എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇനി എക്സ് ഗ്രേറ്റർ ദാൻ പൈ ആവുന്നൊരു ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ പൈയിൽ അവിടെയും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് എന്താണ് റിമൈനിങ്? ഞാൻ പൈക്ക് ശേഷം വരുന്ന ഏത് പോയിൻ്റ് എടുത്താലും ആ പോയിൻറ്റ്സിനെല്ലാം കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. സോ നമ്മൾക്ക് അവിടെ എന്ത് വരുതാ ഇങ്ങനെ വരും അല്ലേ. ഇവിടെ ഏത് എക്സ് എടുത്താലും വാല്യൂ 0, എക്സ് എടുത്താൽ എഫ് ഓഫ് എക്സ് 0 അല്ലേ. അപ്പോൾ ഈ അതും പൈയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ അവിടെയും തന്നിട്ടില്ല. അപ്പോൾ അവിടെ ഒരു ഹോൾ ഇടണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾക്ക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണ്, ഗ്രാഫിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് പൈയിൽ ഫംഗ്ഷൻ എന്തല്ല
കണ്ടിന്യൂസ് അല്ല. കാരണം എന്താണ് നോക്കിക്കേ, ഇവിടെ ഡിസ്കണക്ഷൻ വന്നില്ലേ, ഒന്ന് മേലെ വന്ന് നിർത്തിയേക്കുന്നു, സെക്കൻഡ് വൺ എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ എവിടുന്ന താഴേന്നാണ്. അപ്പോൾ ഡിസ്കണക്ഷൻ വന്നു, ഡിസ്കണക്റ്റഡ് ആണ് ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂഷൻ വന്നു. അപ്പോൾ അവിടെ എന്താണ് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. പൈയിൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഗ്രാഫിക്കലി ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് കേട്ടി. ഇനി നമുക്ക് ബി ഓഫ് ലാംഡ ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാം. ബി ഓഫ് ലാംഡ 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ ലാംഡ എക്സ് ഡി എക്സ് ആണ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു നോക്കിക്കേ 0 ടു പൈ വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 1, പൈ ടു ഇൻഫിനിറ്റിയിൽ 0. അപ്പോൾ നമ്മൾക്ക് ഇൻ്റഗ്രലിനെ അവിടെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ, 0 ടു പൈയും പൈ ടു ഇൻഫിനിറ്റിയും. സോ ദിസ് ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു പൈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അവിടെ ആ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ് 1. അപ്പോൾ 1 ടൈംസ് സൈൻ ലാംഡ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ പൈ ടു ഇൻഫിനിറ്റി, അതായത് ഈ ഒരു ഇൻ്റർവെല്ലിൽ അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ് സീറോസ് ആണ്. അപ്പോൾ 0 ഇൻറ്റു സൈൻ ലാംഡ എക്സ് ഡി എക്സ് എന്ന് വരും. ശരിയല്ലേ? ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു പൈ 1 ഇൻറ്റു സൈൻ ലാംഡ എക്സ് ആണല്ലേ, സൈൻ ലാംഡ എക്സ് ഡി എക്സ് പ്ലസ് ഇനി ഇവിടെ നോക്കിയാൽ 0 ഇൻറ്റു എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ മൊത്തത്തിൽ എന്താണ് 0 വരും. അപ്പോൾ നമ്മൾക്ക് എന്താണ് +0 എന്ന് വരും. അതായത് അത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ബി ഓഫ് ലാംഡ എന്ന് പറയുന്നത് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് കിട്ടി നമ്മൾക്ക്. ഇനി ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ 2/π ഇൻറ്റു സൈൻ ലാംഡ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? ആദ്യം ഫസ്റ്റ് എന്താണ് സൈനിൻ്റെ ഇൻ്റഗ്രേഷൻ എഴുതുക. അപ്പോൾ അതെന്താണ് മൈനസ് കോസ് എക്സ് അല്ലേ. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ മൈനസ് കോസ് എക്സ് ആണ്. അപ്പോൾ സൈൻ ലാംഡ എക്സിൻ്റെയോ ഇവിടെ ലാംഡ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ മൈനസ് കോസ് ലാംഡ എക്സ് ബൈ എക്സിൻ്റെ കൂടെ കോൺസ്റ്റൻ്റ് എന്താണ് ലാംഡ, അതങ്ങ് താഴെ എഴുതുക. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 ടു പൈ ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 2/π ഇൻറ്റു ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയാൽ മൈനസ് കോസ് എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് -1 ഇൻറ്റു കോസ് എക്സ് ആണ്. അപ്പോൾ -1ഉം ലാംഡയും ഇവിടെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിൽ നിന്ന് ഔട്ട്സൈഡ് എടുക്കാം അല്ലേ. നമ്മൾ എക്സിനല്ലേ വേരിയബിൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് -1/λ ഇൻറ്റു കോസ് ലാംഡ എക്സ് എന്ന് ഈ എഴുതിയിരിക്കുന്നതിന് നമ്മൾക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം അല്ലേ. അതിൽ -1/λ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതവിടെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് അപ്പോൾ -1/λ പ്ലസ് കോസ് ലാംഡ എക്സ് ആയിരുന്നെങ്കിൽ എടുക്കാൻ പറ്റത്തില്ല. അവിടെ ഇൻറ്റു ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ് -1/λ ഔട്ട്സൈഡ് എടുക്കാം. സോ ദിസ് ഇസ് എന്ത് വരും -1/λ ഇൻറ്റു ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും കോസ് ഓഫ് ലാംഡ പൈ മൈനസ് കോസ് ഓഫ് ലാംഡ ഇൻറ്റു 0 വരും. ഓക്കെ, അഥവാ ഞാൻ ഈ -1/λ ഔട്ട്സൈഡ് എടുത്തില്ലായിരുന്നെങ്കിൽ എങ്ങനെ വരും 2/π ഇൻറ്റു മൈനസ് കോസ് ലാംഡ പൈ ബൈ ലാംഡ മൈനസ് കോസ് ലാംഡ ഇൻറ്റു 0 ബൈ ലാംഡ ഇങ്ങനെ വരുമായിരുന്നു അല്ലേ. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഇത് നോക്കിക്കേ രണ്ട് ടേമിലും -1/λ അതായത് മൈനസ് നമുക്ക് -1 ഇൻറ്റു കോസ് ലാംഡ എന്ന് എഴുതാം അല്ലേ, -1 ഇൻറ്റു കോസ് ലാംഡ. അപ്പോൾ -1/λ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ഔട്ട്സൈഡ് എടുക്കാം. അതുപോലെ ഞാനത് നേരത്തെ എടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതിയാലും അവിടെ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ -2/λ എന്ന് വരും. ഇനി കോസ് ലാംഡ പൈ തന്നെ കോസ് ലാംഡ ഇൻറ്റു 0 0 ആണ്. അപ്പോൾ കോസ് ഓഫ് 0 വരും. കോസ് ഓഫ് 0 എന്താണ് 1 ആണ്. കിട്ടിയല്ലോ. ഇനി എന്താക്കാന്ന് വെച്ചാൽ
ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ മൈനസ് സൈൻ ഉണ്ടല്ലോ അതിനെ അങ്ങ് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലോട്ട് എടുക്കുക. ഇത് -2/λ എന്ന് പറയുന്നത് -1 × 2/λ അല്ലേ. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലോട്ട് എടുക്കുമ്പോൾ 2/λ × -1 × ദിസ് ടേം എന്ത് വരും? 1 - cos of λ എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മൾക്ക് b of λ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനി നമ്മൾ എന്ത് ചെയ്യും? f of xൻ്റെ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനിലോട്ട് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ 0 to ∞ b of λയ്ക്ക് പകരം ഈ കിട്ടിയിരിക്കുന്നത് എഴുതുക. അപ്പോൾ 2/λ pi × 1 - cos λ pi 1 - cos λ pi × sin λ x d λ എന്ന് വരും. ശരിയാണല്ലോ. അപ്പോൾ ഇതിൽ 2/π ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. ലാംഡയാണല്ലോ വേരിയബിൾ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2/π × ഇൻ്റഗ്രൽ 0 to ∞ 1 - cos λ pi × sin λ x all divided by λ എന്ന് വരും, d λ. ആൻഡ് ദിസ് അപ്പോൾ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു. f of x is equal to 2/π × ഇൻ്റഗ്രൽ 0 to ∞ 1 - cos of λ pi × sin of λ x by λ d λ. ഇതാണ് ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് f of x എന്ന് പറയുന്നത്. ഇനി എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഹെൻസ് ഇവാലുവേറ്റ് ദിസ് ഇൻ്റഗ്രൽ എന്ന്. നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഇൻ്റഗ്രൽ തന്നെയല്ലേ നമ്മൾക്കിപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കിട്ടിയിരിക്കുന്നത് ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ എന്ത് ചെയ്യുക? ഇൻ്റഗ്രൽ 0 to ∞ 2/π × ഇൻ്റഗ്രൽ 0 to ∞ 1 - cos λ pi sin λ x by λ d λ equal to f of x എന്ന് വരും. ഇത് f of x എന്ന് പറയുന്നത് എന്തായിരുന്നു? 1 if 0 less than x less than പൈയും 0 if x greater than പൈയും ആണ്. ഈ ഫങ്ഷൻ f of x ഡിസ്കണ്ടിന്യൂസ് ആണ് അല്ലേ? ഞാൻ ഗ്രാഫിക്കലി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് x = പൈയിൽ ഫങ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ x = പൈയിൽ ഫങ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാണണം. ലെഫ്റ്റ് ലിമിറ്റ് എന്താണ് നോക്കിക്കേ? 1 അല്ലേ വരിക. കാരണം എന്താണ്? ആ പൈയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിൻറ്റ്സിലെല്ലാം ഫങ്ഷൻ വാല്യൂ എന്താണ്? 1 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഞാൻ ഏതെങ്കിലും ഒരു പോയിൻറ്റ്സിലൂടെ പൈയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താണ്? ഫങ്ഷൻ വാല്യൂ എന്താണ്? 1-ൽ നിന്ന് 1-ലോട്ട് തന്നെ വരും, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ലിമിറ്റ് 1 ആണ്. റൈറ്റ് സൈഡിൽ എന്താണ്? ഞാൻ പൈയുടെ റൈറ്റ് സൈഡിലുള്ള പോയിൻറ്റ്സിലൂടെ പൈയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫങ്ഷൻ വാല്യൂ എന്താണ്? ഞാൻ റൈറ്റ് സൈഡിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും ഫങ്ഷൻ വാല്യൂ 0 ആണ്. അപ്പോൾ ഞാൻ ആ പോയിൻറ്റ്സിലൂടെ എല്ലാം നടന്ന് പൈയിലോട്ട് വരുവാണെങ്കിൽ ഫങ്ഷൻ വാല്യൂ എന്താണ്? 0-ൽ കൂടെ മാത്രമേ വരുന്നുള്ളൂ. അവിടെ എക്സ് വേരിയബിൾ വരുന്നില്ലല്ലോ. അപ്പോൾ 0-ൽ നിന്ന് കോൺസ്റ്റൻ്റ് അല്ലേ? അപ്പോൾ 0-ൽ നിന്ന് 0-ലോട്ട് തന്നെ വേരി ചെയ്യും. അപ്പോൾ റൈറ്റ് ലിമിറ്റ് 0 കിട്ടും, ലെഫ്റ്റ് ലിമിറ്റ് 1 കിട്ടി. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഏവറേജ് എടുക്കുക. അപ്പോൾ 1 + 0/2 1/2 എന്ന് വന്നു. അപ്പോൾ നമ്മൾക്ക് എന്താണ്? ലെഫ്റ്റ് ലിമിറ്റിൻ്റെയും റൈറ്റ് ലിമിറ്റിൻ്റെയും ഏവറേജ് 1/2 ആണ്. സോ ഹിയർ 1/2 if x is equal to പൈ എന്നത് എക്സ്ട്രാ നമ്മൾ എഴുതണം. ഈ ഒരു രീതിയിൽ സൈൻ ഇൻ്റഗ്രൽ എക്സ്പ്രഷൻ എഴുതിയതിന് ശേഷം നമ്മൾക്ക് തിരിച്ചെഴുതുമ്പോൾ ദിസ് ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു f of x എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ ഈ ഒരു രീതിയിൽ ചേഞ്ച് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, സോ ഇൻ്റഗ്രൽ 0 to ∞ 1 - cos λ pi × sin λ x by λ d λ is equal to ഇവിടെ 2/π അല്ലേ?
അപ്പോൾ ഞാൻ ത്രൂ ഔട്ട് π/2 കൊണ്ട് ഈ ഒരു ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ π/2 വരുമ്പോൾ പൈയും 2ഉം ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ എന്താണ് 1 ഇൻറ്റു എന്ന് വരും അല്ലേ. റൈറ്റ് സൈഡിൽ എന്ത് വരും? π/2 ഇൻറ്റു 1 if 0 less than x less than pi, 1/2 if x equal to pi, 0 if x greater than pi എന്ന് വരും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? π/2 ഇൻറ്റു ഈ ഓരോ ടേമും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ π/2 if 0 less than x less than pi, 1/2 into π/2 π/4. So π/4 if x equal to pi and π/2 into 0 0 if x greater than pi എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയും കൂടി എഴുതി കഴിയുമ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സൊല്യൂഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് Fourier cosine integral of f of x is equal to sin x if 0 less than x less than pi and 0 if x greater than pi. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്? നമുക്കിത് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പോൾ ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ എന്തായിരുന്നു? ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് is equal to integral 0 to infinity a of lambda cos lambda x dx, where a of lambda is equal to 2/pi integral 0 to infinity f of x cos lambda x dx. ഇവിടെ d ലാംഡ ആയിരുന്നേ. ഓക്കെ, ഇനി നമ്മൾക്കിത് ഇവാലുവേറ്റ് ചെയ്യാം. a of lambda ഫംഗ്ഷനിലോട്ട് നോക്കുമ്പോൾ ഫംഗ്ഷൻ എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. നമുക്കൊന്ന് ഗ്രാഫ് വരച്ച് നോക്കാം. അപ്പോൾ 0 to പൈയിൽ ഒരു വാല്യൂവും പൈ ടു ഇൻഫിനിറ്റിയിലോട്ട് വേറെ രീതിയിലുമാണ്, വേറൊരു ഫംഗ്ഷനായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 0 to പൈയിൽ എന്താണ് ഫംഗ്ഷൻ വാല്യൂ വരുന്നത്? സൈൻ എക്സ് ആണ്. അപ്പോൾ എന്താണ് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരും സൈൻ എക്സിൻ്റെ വാല്യൂ അല്ലേ. സൈൻ എക്സിൻ്റെ ഗ്രാഫ് 0ക്കും പൈക്കും ഇടയിൽ ഈ ഒരു ഫോമിലല്ലേ വരുന്നത്. അപ്പോൾ ഇതാണ് സൈൻ എക്സിൻ്റെ ഗ്രാഫ്. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ പൈ ആവുന്നേരോ 0 വാല്യൂ അല്ലേ വരുന്നത്. അപ്പോൾ ഈ പോയിൻറ്റ്സിലെല്ലാം തന്നെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ ടോട്ടലി ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ സൈൻ എക്സിൻ്റെ ഗ്രാഫിൽ കൂടെ മൂവ് ചെയ്ത് വരും പൈ വരെ. പൈക്ക് ശേഷം പിന്നെന്താണ്? ഈ 0 ലൈനും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫിക്കലി തന്നെ ഇത് ക്ലിയർ ആണ്. നോക്കിക്കേ, പൈ ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പൈയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എസ് എക്സ് ടെൻസ് ടു പൈ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ എക്സ് പൈയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എക്സിന് കറസ്പോണ്ടിങ് ഫംഗ്ഷൻ വാല്യൂ എന്താണ്? സൈൻ എക്സ്. അപ്പോൾ സൈൻ എക്സ് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? ടെൻഡ് ചെയ്യും. സൈൻ ഓഫ് പൈയിലോട്ട് ടെൻഡ് ചെയ്യും. എസ് എക്സ് ടെൻസ് ടു പൈ സൈൻ എക്സ് ടെൻസ് ടു സൈൻ പൈ ആയിരിക്കും അല്ലേ. സൈൻ ഓഫ് പൈ എന്താണ്? 0 ആണ്. സോ എസ് എക്സ് ടെൻസ് ടു പൈ സൈൻ ഓഫ് എക്സ് ടെൻസ് ടു 0 ആയിരിക്കും അല്ലേ. ലെഫ്റ്റ് സൈഡിൽ അന്നേരം ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്താണ്? ലെഫ്റ്റ് ലിമിറ്റ് എന്താണ്? 0 ആണ്. ഇനി റൈറ്റ് ലിമിറ്റ് നോക്കാം. ഞാൻ റൈറ്റ് സൈഡിൽ നിന്ന് ഏത് പോയിൻ്റ് എടുത്താലും ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. എസ് എക്സ് ടെൻസ് ടു പൈ ആവുന്നേരം ഓൺ ദ റൈറ്റ് സൈഡ് ആവുമ്പോഴും എന്താണ്? എല്ലാ പോയിൻറ്റ്സിലും 0 തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ലിമിറ്റും എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. സോ എസ് എക്സ് ടെൻസ് ടു പൈ 0 ടെൻസ് ടു 0 ആയിരിക്കും. ഇപ്പോൾ റൈറ്റ് ലിമിറ്റും എന്ത് വന്നു? നമ്മൾക്ക് 0 കിട്ടി. അപ്പോൾ നമുക്ക് എന്താണ്? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആണ്. സോ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് നമ്മൾക്ക്. അപ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനേ ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 to പൈയും
പൈ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇൻ്റഗ്രൽ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ദിസ് ഇസ് ഈക്വൽ ടു 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π. 0 to πയിലെ ഫംഗ്ഷൻ f of x is equal to എന്താണ്? sin x. അപ്പോൾ sin x ഇൻറ്റു cos lambda x പ്ലസ് ഇവിടെ ഒരു dx കൂടെ ഉണ്ട് പ്ലസ് ഇൻ്റഗ്രൽ പൈ ടു ഇൻഫിനിറ്റി. പൈ ടു ഇൻഫിനിറ്റിയിലെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരുന്നു? അതായത് എക്സ് ഗ്രേറ്റർ ദാൻ പൈ ആവുന്നൊരു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി എക്സ് എന്ന് വരും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 2/π ഇൻറ്റു ഇവിടെ 0 ഇൻറ്റു കോസ് ലാംഡ എക്സ് എന്നാണ് വരുന്നത്. സോ ഈ ഒരു ഇൻ്റഗ്രൽ മൊത്തത്തിൽ എന്താവും? 0 ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് പിന്നെ ഇവിടെ എന്തേ ഉണ്ടാവുള്ളൂ? 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π സൈൻ എക്സ് ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി എക്സ്. ഞാനിവിടെ ഡബിൾ എക്സ് എഴുതിക്കോളൂ. ഓക്കെ, ഇനി നോക്കുക, നമ്മൾക്ക് ഇപ്പോൾ സൈൻ എക്സ് ഇൻറ്റു കോസ് ലാംഡ എക്സ് എന്നല്ലേ വന്നിരിക്കുന്നത്? സൈൻ എക്സ് ഇൻറ്റു കോസ് ലാംഡ എക്സ്. നമുക്കൊരു റിസൾട്ടുണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട്. സൈൻ എ കോസ് ബി is equal to sin of a plus b by a plus b, sorry, sin of a plus b plus sin of a minus b all divided by 2. So sin a into cos b is equal to sin a plus b plus sin a minus b by 2 ആണ്. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് x ആണ്, b എന്ന് പറയുന്നത് ലാംഡ ടൈംസ് എക്സും. അപ്പോൾ a പ്ലസ് ബി എന്തിന് ഈക്വൽ ആണ്? എക്സ് പ്ലസ് ലാംഡ എക്സിന് ഈക്വൽ ആണ്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ലാംഡ എക്സ് എന്താണ്? എക്സ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 1 പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് എന്ന് വരും. ഇനി എ മൈനസ് ബി എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു 1 എക്സ് മൈനസ് ലാംഡ എക്സ് എന്നാണ് വരിക. ആൻഡ് എക്സ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സ് എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സൈൻ എക്സ് ഇൻറ്റു കോസ് ലാംഡ എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? സൈൻ ഓഫ് എ പ്ലസ് ബി അല്ലേ വരേണ്ടത്. അപ്പോൾ 1 പ്ലസ് ലാംഡ ഇൻറ്റു എക്സ്. സൈൻ ഓഫ് 1 പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് ഞാൻ നേരെ എഴുതാൻ ഇൻറ്റു എക്സ് പ്ലസ് സൈൻ ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് സൈൻ ഓഫ് എ മൈനസ് ബി എഴുതണം. അതായത് 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സ്. അപ്പോൾ 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സ്. ഇനി അത് കൂടാണ്ട് ഓൾ ഡിവൈഡഡ് ബൈ 2. സോ സൈൻ എക്സ് ഇൻറ്റു കോസ് ലാംഡ എക്സ് എന്ന് പറഞ്ഞാൽ ഈ എഴുതിയിരിക്കുന്നതിന് ഈക്വൽ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π സൈൻ എക്സ് കോസ് ലാംഡ എക്സിന് പകരം ഇതായി കിട്ടിയിരിക്കുന്നത് എഴുതും. അപ്പോൾ സൈൻ ഓഫ് 1 പ്ലസ് ലാംഡ പ്ലസ് സൈൻ ഓഫ് 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സ്. ഇവിടെയും എക്സ് ഉണ്ട്. ഓൾ ഡിവൈഡഡ് ബൈ 2 വരും. അപ്പോൾ ഈ ബൈ 2നെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ 2/π ഇൻറ്റു 1/2 ഇൻ്റഗ്രൽ 0 to π സൈൻ 1 പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് സൈൻ ഇവിടെ ഡി എക്സ് ഉണ്ട്. സൈൻ 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന് വരും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 2ഉം 2ഉം ക്യാൻസൽ ആവും. അപ്പോൾ 1/π ഇൻറ്റു എനിക്ക് ഈ ഇൻ്റഗ്രലിനെ എങ്ങനെ എഴുതാം?
ഇൻ്റഗ്രൽ എഫ് പ്ലസ് ജി ഡി എക്സ് എന്തിന് ഈക്വലാണ്? ഇൻ്റഗ്രൽ എഫ് പ്ലസ് ഇൻ്റഗ്രൽ ജിക്ക് ഈക്വലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ 1/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π സൈൻ ഓഫ് 1 പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് ഇവിടെ ഡി എക്സ് ഉണ്ട് പ്ലസ് ഇൻ്റഗ്രൽ 0 to π സൈൻ ഓഫ് 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഡി എക്സ്. ഇനി നമ്മളിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1/π. 1/π എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ ബ്രാക്കറ്റ് ഇടണം. അപ്പോൾ 1/π ഇൻറ്റു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ സൈൻ ഓഫ് സം കോൺസ്റ്റൻറ്റ് സി ഇൻറ്റു എക്സ് ഫോമിലാണ് ഉള്ളത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്തായിരിക്കും? ഫസ്റ്റ് സൈനിൻ്റെ ഇൻ്റഗ്രേഷൻ എഴുതുക. അപ്പോൾ എന്ത് വരും? കോസ് ഓഫ് സി എക്സ് എന്ന് തന്നെ വരിക. അപ്പോൾ ഇവിടെ സി 1 പ്ലസ് ലാംഡ ആണ്. അപ്പോൾ 1 പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സി എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ ബൈ സി എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം. അതായത് ഇവിടെ സി ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് വരിക? ഈ കോൺസ്റ്റൻറ്റ് സി ആണ് വരിക അല്ലേ? അപ്പോൾ ഇവിടെ 1 പ്ലസ് ലാംഡ ഓർത്ത് വെക്കുക. സി ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ഫങ്ഷൻ, ഇതിൻ്റെ ഡെറിവേറ്റീവ്, ദ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സി ആയിരിക്കും. അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്നത് 1 പ്ലസ് ലാംഡ ആണ്. അപ്പോൾ 1 പ്ലസ് ലാംഡ വരും. എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യണം 0 to π പ്ലസ് അഗെയിൻ ഇവിടെ ഇത് റിപ്പീറ്റ് ചെയ്യുക. സോറി, ഇവിടെ സൈനിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? മൈനസ് കോസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും മൈനസ് കോസ് 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ബൈ 1 മൈനസ് ലാംഡ, ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഇനി നോക്കുക, ദിസ് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ നേരത്തെ ചെയ്തില്ലായിരുന്നോ? നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ -1/1 പ്ലസ് ലാംഡേനെ നമ്മൾക്ക് ഇതിൽ നിന്ന് ഔട്ട് സൈഡ് എടുക്കാം. സോ -1/1 പ്ലസ് ലാംഡ ഇൻറ്റു എന്നിട്ട് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ കോസ് ഓഫ് 1 പ്ലസ് ലാംഡ ഇൻറ്റു π മൈനസ് കോസ് ഓഫ് 1 പ്ലസ് ലാംഡ ഇൻറ്റു 0 വരും. ഓക്കെ, പ്ലസ് ഇവിടെ അതുപോലെ -1/1 മൈനസ് ലാംഡേനെ ഔട്ട് സൈഡ് എടുക്കാം. സോ -1/1 മൈനസ് ലാംഡ. എനിക്ക് ഇവിടുന്ന് -1 വന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ മൈനസ് ഓഫ് എഫ് ഓഫ് എക്സിനെ -f(f(x) ബൈ ലാംഡ എന്നാണെന്ന് കരുതുക. അപ്പോൾ ഇതിനെനിക്ക് എങ്ങനെ എഴുതാം? -1/λ ഇൻറ്റു f(x) എന്ന് എഴുതാം. അങ്ങനെയാണ് ഈ -1/λനെ ഔട്ട് സൈഡ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ -1/1 പ്ലസ് ലാംഡേനെയും -1/1 മൈനസ് ലാംഡേനെയും ആ ഒരു രീതിയിലാണ് നമ്മൾ ഔട്ട് സൈഡ് എടുക്കുന്നത്. എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ കോസ് ഓഫ് 1 മൈനസ് ലാംഡ ഇൻറ്റു π മൈനസ് കോസ് ഓഫ് 1 മൈനസ് ലാംഡ ഇൻറ്റു 0 എന്ന് വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു -1/1 പ്ലസ് ലാംഡ ഇൻറ്റു, നോക്കിക്കേ, കോസ് ഓഫ് 1 പ്ലസ് ലാംഡ ഇൻറ്റു പൈനെ π പ്ലസ് ലാംഡ പൈ എന്ന് എഴുതാം അല്ലേ? മൈനസ് കോസ് ഓഫ് 1 പ്ലസ് ലാംഡ ഇൻറ്റു 0 അല്ലേ? 1 പ്ലസ് ലാംഡ ഇൻറ്റു 0 എന്താണ്? 0 തന്നെ. കോസ് ഓഫ് 0 എന്താണ്? 1 ആണ്. അപ്പോൾ എനിക്ക് ഇവിടെ എന്തെഴുതാം? 1 എന്ന് എഴുതാം. അപ്പോൾ 1 പ്ലസ് -1/1 മൈനസ് ലാംഡ ഇൻറ്റു കോസ് ഓഫ് 1 മൈനസ് ലാംഡ ഇൻറ്റു പൈനെ അതുപോലെ തന്നെ π മൈനസ് ലാംഡ പൈ എന്ന് എഴുതാം അല്ലേ? മൈനസ് അഗെയിൻ 1 മൈനസ് ലാംഡ ഇൻറ്റു 0 0, കോസ് ഓഫ് 0 1.
ഓക്കെ, ഇനി ഈ എഴുതിയിരിക്കുന്നതിൽ 1/π ഇൻറ്റു -1/1 പ്ലസ് ലാംഡ ഇൻറ്റു, ഇനി നോക്കുക, നമുക്കൊരു റിസൾട്ട് ഉണ്ട്, ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതിൽ പ്രകാരം cos ഓഫ് പൈ പ്ലസ് എക്സ്, cos ഓഫ് പൈ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് ആണ്, മൈനസ് കോസ് എക്സ്. ഇനി അതുപോലെ തന്നെ കോസ് ഓഫ് പൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു പൈ മൈനസ് എക്സ്, കോസ് ഓഫ് പൈ കോസ് ഓഫ് പൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ കോസ് ഓഫ് പൈ പ്ലസ് എക്സും കോസ് ഓഫ് പൈ മൈനസ് എക്സും എന്ത് തന്നെയാണ്? മൈനസ് കോസ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആ ഒരു ഫോമിലല്ലേ ഉള്ളത്, കോസ് ഓഫ് പൈ പ്ലസ് ലാംഡ പൈ, ലാംഡ പൈനെ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ കോസ് ഓഫ് പൈ പ്ലസ് എക്സ് ഫോമില ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് അവിടെ കോസ് ഓഫ് പൈ പ്ലസ് ലാംഡ പൈ എന്താണ്? ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് മൈനസ് കോസ് ഓഫ് ലാംഡ പൈ -1 എന്ന് എഴുതാം. ശരിയല്ലേ? മൈനസ് ഇത് ഇവിടെ -1/1 മൈനസ് ലാംഡ. എഗെയിൻ നോക്കിക്കേ, ഇവിടെ ലാംഡ എക്സിനെ ഞാൻ എക്സ് ആയിട്ട് എടുക്കുമ്പോൾ കോസ് ഓഫ് പൈ മൈനസ് എക്സ് ഫോമിലാണ് വരുന്നത്. സോ കോസ് ഓഫ് പൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് ആണ്. സോ ഹിയർ ഇറ്റ് ഈസ് മൈനസ് കോസ് ഓഫ് എക്സ് എന്താണ്? ലാംഡ പൈ ബൈ 2 -1 വരും. ഓക്കെ, ഇനി നോക്കിക്കോ, ദിസ് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു -1/1 പ്ലസ് ലാംഡ ഇൻറ്റു, എനിക്ക് നോക്കിക്കോ രണ്ടിലും കോമൺ ആയിട്ട് -1 വരുന്നുണ്ട്. അപ്പം ഞാൻ അത് ഔട്ട് സൈഡ് എടുക്കും. -1 ഇൻറ്റു കോസ് ലാംഡ പൈ പ്ലസ് 1, ഇവിടെ അതുപോലെ റിപ്പീറ്റ് ചെയ്യും. -1/1 മൈനസ് ലാംഡ ഇൻറ്റു, ഇവിടെയും രണ്ട് ടേമിലും മൈനസ് വരുന്നുണ്ട്. സോ -1 ഇൻറ്റു കോസ് ഓഫ്, ഒറ്റ മിനിറ്റ്, ഞാനിവിടെ നേരത്തെ എഴുതിയതിലൊരു മിസ്റ്റേക്ക്. ഇവിടെ ലാംഡ പൈ ബൈ 2 ഒന്നുമില്ല, ലാംഡ പൈയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കോസ് ഓഫ് ലാംഡ പൈ പ്ലസ് 1 എന്ന് വരും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു, ഈ മൈനസും ഈ ഒരു മൈനസും ഈ മൈനസും കൂടി പ്ലസ് ആവും. കോസ് ഓഫ് ലാംഡ പൈ പ്ലസ് 1/1 പ്ലസ് ലാംഡ എന്ന് എഴുതാം ഈ ഫസ്റ്റ് ടേമിന്. പ്ലസ് ഇതാ ഇവിടെ അതുപോലെ മൈനസും പ്ലസ് ആവും. അപ്പോൾ കോസ് ഓഫ് ലാംഡ പൈ പ്ലസ് 1/1 മൈനസ് ലാംഡ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് a/b പ്ലസ് c/d ഫോമിലാണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് വരും? AD പ്ലസ് BC/BD എന്ന് വരും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കോസ് ഓഫ് ലാംഡ പൈ പ്ലസ് 1 അല്ലേ, പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് ലാംഡ പ്ലസ് കോസ് ഓഫ്, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാലും മതി. നമ്മൾക്ക് ഈ എഴുതിയിരിക്കുന്നതിൽ രണ്ടിലും ന്യൂമറേറ്ററിൽ കോമൺ ആയിട്ട് കോസ് ഓഫ് ലാംഡ പൈ പ്ലസ് 1 വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്താണ്? കോസ് ഓഫ് ലാംഡ പൈ പ്ലസ് 1നെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കണം. പിന്നെ എന്താണുള്ളത്? 1/1 പ്ലസ് ലാംഡ പ്ലസ് 1/1 മൈനസ് ലാംഡ. ഇനി ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നേരം നമ്മൾക്ക് എന്ത് വരും? ഈ 1/1 പ്ലസ് ലാംഡ പ്ലസ് 1/1 മൈനസ് ലാംഡ
is equal to 1 minus lambda plus 1 plus lambda by 1 plus lambda into 1 minus lambda എന്ന് വരും. And this is equal to 1 minus lambda plus 1 plus lambda എന്നാണുള്ളത്. താഴെ എന്ത് വരും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യുക രണ്ടിനെയും. അപ്പോൾ 1 into 1 1 plus 1 into minus lambda, okay, lambda into 1 lambda, then 1 into minus lambda minus lambda, പിന്നെ ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ സ്ക്വയർ വരും അല്ലേ. ദെൻ ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ലാംഡ പ്ലസ് 1 പ്ലസ് ലാംഡ എന്ന് പറയുന്നത് മൈനസ് ലാംഡയും ലാംഡയും ആഡ് ചെയ്യുന്നത് 0 വരും. 1 പ്ലസ് 1 2 വരും. 2 ബൈ ഈ ലാംഡ മൈനസ് ലാംഡ 0 ആയിരിക്കും. അപ്പോൾ പിന്നെ എന്താണ് 1 മൈനസ് ലാംഡ സ്ക്വയറേ ഉണ്ടാകത്തുള്ളൂ. സോ ഈ കിട്ടിയിരിക്കുന്നത് എന്താണ് 1 ബൈ പൈ ഇൻറ്റു cos of lambda pi plus 1 divided by ഡിവൈഡഡ് എഴുതണ്ട കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഇൻറ്റു 2 ബൈ 1 മൈനസ് ലാംഡ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. ഈ എഴുതിയിരിക്കുന്നതിനെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് 2 ബൈ 1 മൈനസ് ലാംഡ സ്ക്വയർ എന്ന് കിട്ടിയിരിക്കുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഈ എഴുതിയിരിക്കുന്ന ലാസ്റ്റ് സ്റ്റെപ്പിൻ്റെതാണ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 ബൈ പൈ ഇൻറ്റു, അല്ലെങ്കിൽ അതിനെ മൊത്തത്തിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കുറച്ചുകൂടി സിമ്പിൾ ഫോമിലാക്കുന്നേരം കോസ് ഓഫ് ലാംഡ പൈ പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 1 മൈനസ് ലാംഡ സ്ക്വയർ. പിന്നെ ഇവിടെ ഒരു 2 വരുന്നുണ്ടല്ലേ, 2. ഇങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടും. ഇപ്പോൾ എഴുതിയിരിക്കുന്നത് എ ഓഫ് ലാംഡ മാത്രമാണ് അല്ലേ. എ ഓഫ് ലാംഡ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു കോസ് ലാംഡ പൈ പ്ലസ് 1 കോസ് ലാംഡ പൈ പ്ലസ് 1. ഈ 2 രണ്ടിനും കൂടെ വരുന്നത് കൊണ്ട് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടാം. ഓൾ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 1 മൈനസ് ലാംഡ സ്ക്വയർ. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് എഴുതാലോ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, വെയിറ്റ് അങ്ങനെ വിട്ടോ ഇല്ല, 0 ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഓഫ് ലാംഡ ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി എക്സ് എന്നായിരുന്നു, ഡി ലാംഡ എന്നായിരുന്നു വരേണ്ടത്. And this is equal to integral 0 to infinity 2 times cos lambda pi plus 1 by pi into 1 minus lambda square into cos lambda x dx. ഇപ്പോൾ 2 പൈയും കോൺസ്റ്റൻസ് അല്ലേ, സോ ഇൻ്റഗ്രലിൻ്റെ ഔട്ട് സൈഡ് എടുത്ത് എഴുതാം. 2 ബൈ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി cos of lambda pi plus 1 into cos of lambda x by 1 minus lambda square. ഇവിടെ ഡി ലാംഡ ആണ്, ഡി ലാംഡ. അപ്പോൾ ഇതാണ് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദിസ് ഗിവൺ ഫങ്ഷൻ. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി മാത്രമേ ഉള്ളായിരുന്നു, വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. എക്സ്പ്രസ് ഇൻ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്ന് മാത്രമേ ഉള്ളായിരുന്നു. സോ ഈ പ്രോബ്ലം ഇവിടെ സോൾവ് ആയി. ഓക്കെ.